ദേവരാജൻ. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഭരണിക്കാവ് ലൊക്കേറ്റ് ചെയ്തിട്ട് ഇൻഡൂസ് ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ എന്ന സ്ഥാപനം കഴിഞ്ഞ 3 വർഷമായി നടത്തി വരുന്നു. എൻ്റെ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് നെയിം, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഇളവയിൽ എന്നാണ്. ഞാനൊരു എക്സർവീസ്മാൻ കൂടിയാണ്. അപ്പം ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഞാൻ ഒരു വ്യവസായ രംഗത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും അങ്ങനെ ഈ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുകയും ചെയ്തത്. സംരംഭം ആരംഭിച്ച് ഇന്ന് 9ഓളം സ്റ്റാഫുകൾ എൻ്റെ ഭാഗത്ത് എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് മെയിനായിട്ടും ഒരു സംരംഭം ആരംഭിച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ഡോക്യുമെൻറ്റേഷൻ ആയാലും ശരി, ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ശരി, എക്യുപ്മെൻറ്റുകളായാലും ശരി, അപ്പോൾ എല്ലാ രീതിയിലും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് എനിക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് സമയബന്ധിതമായി ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചത്. സംരംഭം ആരംഭിച്ചതിന് ശേഷവും അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിനകത്ത് എന്തൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് വരാം, അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉയർച്ചകൾ വരാം. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും ഒരു വ്യവസായത്തിന് ഏറ്റവും അത്യാവശ്യം അതിൻ്റെ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ആ മാർക്കറ്റിങ്ങിനുള്ള ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇ കൊമേഴ്സും പോലെയുള്ള പോർട്ടലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടെല്ലാം വ്യവസായ വകുപ്പിൽ നിന്ന് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ലഭിച്ചത് കൊണ്ടാണ് എനിക്ക് സംരംഭത്തെ ഇന്നിപ്പോൾ ഒരു 3.5 CR ഒരു വാർഷിക ടേൺ ഓവറിലേക്ക് നമുക്ക് സ്ഥാപനത്തെ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്. മെയിനായിട്ട് നമ്മുടെ സംരംഭത്തിൽ സ്ത്രീകളാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സെയിലിന് വാഹനങ്ങളുണ്ട്. അപ്പം നമ്മുടെ തെക്കൻ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇളവയിൽ എന്ന ബ്രാൻഡ് നെയിമിൽ എൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി, എല്ലാ രീതിയിലും എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അത്രയധികം സപ്പോർട്ട്, അതായത് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈനംദിനമായിട്ട് എൻ്റെ സ്ഥാപനം ഇത്രയും ഉയർച്ചയിലേക്ക് പോകുന്നതും. ഇന്ന് നമ്മുടെ സംരംഭത്തിനെ നോക്കിക്കണ്ട് തന്നെ പല റിട്ടയർമെൻറ്റ് വരുന്ന എക്സ്-സർവീസ്മാൻമാർ ഇവിടെ വരുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് റിട്ടേൺസുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഈ വളർച്ചയിൽ വളരെയധികം സന്തുഷ്ടരും, അതുപോലെ തന്നെ അവർക്കും ഇതൊരു പ്രചോദനമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനെല്ലാം നമ്മളെ എപ്പോഴും സപ്പോർട്ട്, അതായത് മാസങ്ങളും ദിവസങ്ങളും കൂടി ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴും വ്യവസായ വകുപ്പിൽ നിന്ന് നമ്മളെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി അവർ മോണിറ്ററിങ് ചെയ്യാറുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത എന്ത് ഒരു പുതിയ ഒരു ടെക്നോളജി ഇന്ന് നമ്മുടെ വകുപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിലും, നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും അന്നേരം അവരുടെ നോളജിലെത്തുന്ന പോയിന്റുകൾ അപ്പോൾ തന്നെ ഫോണിലൂടെയും അല്ലാതെയും നേരിട്ട് വന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അത് ചെയ്യേണ്ട രീതികളെ പറ്റിയിട്ടും പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് തരികയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംരംഭം വളരെ വളരെ വലിയൊരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ഏറ്റവും സന്തോഷനാണ്. എൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്.